അപ്പോൾ ആ നക്ഷത്രക്കാർ പ്രത്യേകിച്ച് ആ വൃക്ഷത്തെ നട്ടുപരിപാലിച്ച് കൊണ്ടുപോകുന്നത് ആ നക്ഷത്രത്തിന് ഏറെ ഗുണങ്ങൾ വരും. വളരെ ഭക്തിയോടെ അതിൽ നിന്ന് ദളങ്ങൾ പറിച്ച് ശിവപാദങ്ങളിൽ സമർപ്പിച്ചാൽ എത്ര ജന്മങ്ങളുടെ പുണ്യമാണ് സിദ്ധിക്കുക എന്നുള്ളതിൽ സംശയമില്ല അല്ലേ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുദർശൻ മേഴത്തൂർ. ശിവക്ഷേത്രങ്ങളിൽ വലിയ പ്രാധാന്യമുള്ള വൃക്ഷമാണല്ലോ നമ്മുടെ മലയാളികൾക്ക് ഏറെ സുപരിചിതമായ കൂവളവൃക്ഷം. ദേവി ഭാഗവതത്തില്, ശിവപുരാണത്തിലൊക്കെ അനവധിയായി വർണ്ണിക്കുന്ന, മാർക്കണ്ഡേയ പുരാണത്തിലുമൊക്കെ അനവധിയായി വർണ്ണിക്കുന്ന ഒരു ശ്രേഷ്ഠ വൃക്ഷമാണ് കൂവളമരം. അനവധി പേരുകളിൽ ഈ കൂവളമരം അറിയപ്പെടുന്നുണ്ട്. വിശേഷമായിട്ടും ശിവമല്ലി, ശിവദ്രുമം, വില്വം, ബില്വം, അങ്ങനെ അനവധി പേരുകളിൽ വില്വം അറിയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ബില്വദളങ്ങൾ, കൂവളമരത്തിൻ്റെ ഇതളുകൾ 3 ചേർന്നത് ഭഗവാന്റെ ത്രിനേത്രങ്ങളായിട്ടാണ് നമ്മൾ സങ്കല്പിച്ചിട്ടുള്ളത്. ത്രിജന്മപാപ സംഹാരം ഏകബില്വം ശിവാർപ്പണം എന്ന് കേൾക്കാത്തവർ അധികം ഉണ്ടാവില്ല. 3 ജന്മങ്ങളുടെ പാപവും തീർക്കാൻ 3 ഇലകൾ ഭഗവാന്റെ തൃക്കണ്ണോട് കൂടിയിട്ട്, ഭഗവാന്റെ 3 നേത്രങ്ങളോട് കൂടിയ ആ ബില്വം ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുക വെച്ചാൽ ജന്മാന്തരങ്ങളായിട്ടുള്ള ദുഷ്കൃതങ്ങളിൽ നിന്ന് മുക്തി സിദ്ധിക്കുന്നതിൽ സംശയമില്ല. ബില്വത്തിന് വലിയ പ്രാധാന്യമുണ്ട്. രോഗശമന ശേഷിയുള്ള, പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിലെ എല്ലാ വിഷദോഷങ്ങളെയും ഹനിക്കാൻ ശക്തിയും വൈഭവമുള്ള വളരെ വിശേഷമായിട്ടുള്ള ഒരു വൃക്ഷമാണ് കൂവളവൃക്ഷം അഥവാ ബില്വം. ഉത്തരേന്ത്യയിലൊക്കെ ചെല്ലുമ്പോൾ ശിവദ്രുമം വളരെ പ്രാധാന്യത്തോടുകൂടി പരിപാലിക്കണം കാണാം. കൂവളവൃക്ഷം നശിക്കരുത്, അത് നശിക്കുന്നത് ദോഷമാണെന്ന് പറയാൻ കാരണം തന്നെ കൂവളമരം നടരുതെന്നല്ല. ഒരിക്കലും ഹിന്ദുക്കളുടെ ഇടയിലുള്ള വലിയൊരു തെറ്റിദ്ധാരണയാണ് കൂവളം വീട്ടിൽ വന്നാൽ ആപത്തുകൾ ഉണ്ടാവുമോ, അല്ലെങ്കിൽ നമ്മളോടൊക്കെ വിളിച്ചു ചോദിക്കാറുണ്ട് അപകടങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും ഒരു ശ്രേഷ്ഠ വൃക്ഷം നശിച്ചു പോയാൽ അത് ഒരു ആപൽ സൂചനയാണ് എന്ന് സൂചിപ്പിച്ചത് അതിനെ ഭംഗിയായി പരിപാലിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ. കാരണം അതിന് വേണ്ട രീതിയിലുള്ള പരിചരണങ്ങൾ, അശുദ്ധികളൊന്നും ബാധിക്കാതെ പവിത്രമായ സ്ഥലത്ത് വേണം ആ കൂവളം ഉണ്ടാവാൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്രകാരമൊക്കെ പറയുണ്ടായത്. എന്തായാലും കൂവളവൃക്ഷത്തെ പാലിക്കേണ്ടത് നമ്മുടെ ധർമ്മമാണ്. കൂവളം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ശ്രേയസ്സും അനുഗ്രഹവും വന്നു ചേരുന്നത് പോലെ തന്നെ അത് പാലിക്കുന്നിടത്തും തീർച്ചയായും ശിവപുരാണത്തിൽ തന്നെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു കഥാസന്ദർഭം, സകല പാപവും ചെയ്തതായ ദുഷ്ടനായ ഒരു ബ്രാഹ്മണൻ ശിവരാത്രി ദിവസം യാദൃച്ഛികമായി അദ്ദേഹത്തിന് അറിവില്ലായിരുന്നൊരു കൂവളമരത്തിൽ ചെന്ന് രാത്രികാലത്തിൽ അദ്ദേഹം വിശ്രമിച്ചു എന്നും അറിയാതെ അതിൽ നിന്ന് ദളങ്ങൾ പൊട്ടിച്ച് താഴേക്കിട്ടപ്പോൾ അതൊരു ശിവലിംഗത്തിൽ ചെന്ന് പതിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മാന്തര പാപങ്ങളിൽ നിന്ന് മുക്തിയെ പ്രാപിച്ചു. അപ്പോൾ അറിവില്ലാണ്ടാച്ചാലും ഒരു കൂവളദളം ഒരു ശിവലിംഗത്തിലെ സ്പർശനമേറ്റപ്പോൾ ആ മഹാഭാവിയുടെ ദുരിതങ്ങളിൽ നിന്ന് അദ്ദേഹം മുക്തനായി എന്ന് പറഞ്ഞ പോലെ കൂവളദളം ഭഗവാന് സമർപ്പിക്കുമ്പോൾ, വില്ലുദളം ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുമ്പോൾ അത്ര കണ്ട് വലിയൊരു പുണ്യമാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഗൃഹങ്ങളിൽ ഇനി കൂവളമരം ഉണ്ട് വെച്ചിട്ട് ആരും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അത് വളരെ ഭംഗിയായിട്ട് പാലിക്കുക, അതിലുള്ള പ്രദേശം ഭക്തിയോടുകൂടി പരിപാലിക്കുക, ആ പ്രദേശത്ത് അശുദ്ധികളൊന്നും ഇടാതെ വളരെ ഒരു ഉത്തമ വൃക്ഷമായിട്ട്, ഒരു ഡിവൈൻ പ്ലാന്റ് ആയിട്ട് തന്നെ ആ കൂവളത്തെ കാണാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് കൂവളം വലിക്കുമ്പോൾ, കൂവളത്തിലെ ദളങ്ങൾ വലിക്കുമ്പോൾ കുളിച്ച് ശുദ്ധായി പരിശുദ്ധിയോടുകൂടി വേണം കൂവളതലത്തിന് ഇലകൾ പറിക്കാൻ. നമ്മുടെ ശിവപുരാണത്തിലൊക്കെ നമുക്ക് കാണാം, നമ്മൾ വളരെ വ്യാഘ്രബാധൻ എന്നൊരു മുനിയുടെ കഥയൊക്കെ അവിടെ കാണുന്നുണ്ട് അല്ലേ. ഭഗവാനെ, എനിക്ക് കൂവളമരത്തിൽ നിന്ന് അല്പം മുള്ളുകളൊക്കെയുള്ള പെട്ടെന്ന് വഴുതി വീഴാൻ സാധ്യതയുള്ള ഒരു വൃക്ഷമാണല്ലോ കൂവളമരം. അതുകൊണ്ട് അതിൽ കയറി കൂവളദളങ്ങൾ പറിക്കാൻ എനിക്ക് പുലിയുടേതുപോലെ, വ്യാഘ്രത്തിൻ്റേതുപോലെ പാദങ്ങളെ നൽകിയാലെന്ന് പ്രാർത്ഥിച്ച വ്യാഘ്രപാദ മുനിയെ നമുക്ക് കാണാം. അപ്പോൾ അപ്രകാരം നമ്മുടെ ഈ തമിഴ് സംസ്കൃതിയിലേക്ക് വരുമ്പോൾ പുലിപ്പാണി സിദ്ധരെയും നമുക്ക് കാണാം. ഇവരൊക്കെ ഒന്നാണോ എന്ന് നമുക്കറിയില്ല എങ്കിൽ തന്നെയും കൈകളൊക്കെ തന്നെ പുലിയുടെ പോലെ നഖങ്ങൾ ഈ കൂവളമരത്തിലേക്ക് വളരെ എളുപ്പം തന്നെ കയറാനായിക്കൊണ്ടായിരിക്കാം ഈ സിദ്ധന്മാരൊക്കെ ചോദിച്ചത്. അങ്ങനെ പല കഥകളും പല ചരിത്രങ്ങളും നമുക്ക് കാണാം. എന്തായാലും അത്ര ഭക്തിയോടെ വേണം കൂവളത്തെ പാലിക്കാനും കൂവളദളം പറിക്കാനും എന്ന് പറയുന്നുണ്ട്. അത് നിഷിദ്ധായ ദിവസങ്ങളൊക്കെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് കൂവളദളത്തിന് പ്രാധാന്യമുള്ള മാസപ്പിറവി സമയങ്ങളിൽ, പൗർണമി, അമാവാസി ദിവസങ്ങളിൽ, അഷ്ടമിക്ക്, നവമിക്ക്, പ്രദോഷത്തിന്, തിങ്കളാഴ്ചകളിൽ ഒക്കെ തന്നെ നമ്മൾ കൂവളദളം പറിക്കാതെ അവയെ കാത്ത് സംരക്ഷിക്കണം എന്ന് പറഞ്ഞു. കാരണം കൂവളദളം തന്നെ ഭഗവത് ഭജനത്തിൽ ഏർപ്പെടുന്ന സമയങ്ങളാവും ഇത് എന്നുള്ളതുകൊണ്ടാവും. തുളസിയുടെ ഒരു വിഷയം നമ്മൾ സംസാരിച്ചപ്പോൾ ഇതേപോലെ തുളസി പറിക്കാൻ പാടില്ലാത്ത ദിവസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏകാദശിയും വ്യാഴാഴ്ചയും പൗർണമി, അമാവാസി, ഈ ദിവസങ്ങളൊക്കെ ദേവപ്രാധാന്യമുള്ള ദിവസമാണല്ലോ. അപ്പോൾ അതത് സസ്യങ്ങളും ആ ദേവതയെ ഭജിച്ചിരിക്കണു എന്നുള്ളത് കൊണ്ടാവാം നമ്മുടെ പൂർവ്വന്മാർ ആ ദിവസങ്ങൾ ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ടായത്. തീർച്ചയായും ആ ദിവസങ്ങളൊക്കെ ഒഴിവാക്കി വളരെ ശുദ്ധിയോടെ ഭക്തിയോടെ വൃക്ഷത്തിനെ ഭംഗിക്കാതെ
തോട്ടി കൊണ്ടോ അല്ലെങ്കിൽ കല്ലെറിഞ്ഞ് വീഴ്ത്തിയോ അല്ലെങ്കിൽ കൊമ്പൊടിച്ചോ, അത് വൃക്ഷത്തിന് ദോഷം വരുന്ന രീതിയിൽ ഒന്നും തന്നെ ചെയ്യരുതെന്നുള്ളതുകൊണ്ടാവാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. എന്തായാലും അതൊക്കെ ആ വൃക്ഷത്തെ വളരെ ഭക്തിയോടെ പാലിക്കണോണ്ടാവാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും അങ്ങനെയെല്ലാം തന്നെ ശുദ്ധമായി ആ വൃക്ഷത്തെ വെച്ച് വളരെ ഭക്തിയോടെ അതിൽ നിന്ന് ദളങ്ങൾ പറിച്ച് ശിവപാദങ്ങളിൽ സമർപ്പിച്ചാൽ എത്ര ജന്മങ്ങളുടെ പുണ്യമാണ് സിദ്ധിക്കുക എന്നുള്ളതിൽ സംശയമില്ല അല്ലേ. ആ ബില്വം ഭഗവാന് സമർപ്പിക്കണോടുകൂടി, പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിലേക്ക് ഒരു 11 3 കൂടിയ ദളങ്ങൾ സമർപ്പിച്ച് അവിടെ ഇരുന്ന് ബില്വാഷ്ടകം ജപിച്ചാൽ തന്നെ അനന്തമായ പുണ്യമാണ് നമുക്ക് സിദ്ധിക്കുക. പ്രത്യേകിച്ച് ശിവക്ഷേത്രങ്ങളിൽ ഈ പാടില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ഒരു ദിവസം മുമ്പേ തന്നെ വില്വദളങ്ങൾ പറിച്ചു വെക്കാം. ഇനിയിപ്പോൾ അഥവാ ശിവപുരാണത്തിൽ തന്നെ പറയുന്നുണ്ട്, അല്പം വാടിക്കരിഞ്ഞു പോയതാണെങ്കിലും ബില്വദളം ഭഗവാന് സ്വീകാര്യമാണ് അത്രേ. അതുകൊണ്ട് അശുദ്ധി ബാധിക്കാത്ത ഒരു വൃക്ഷം തന്നെയാണ്. വാടിക്കരിഞ്ഞു പോയാലും അതിൻ്റെ ഗുണം നഷ്ടാവണില്ല. പ്രത്യേകിച്ച് വിഷത്തെ ഹനിക്കാനുള്ള, ദോഷത്തെ തീർക്കാനുള്ള വലിയൊരു ശക്തി ആ ബില്വത്തിനുള്ളത് എന്നുള്ളത് കൊണ്ട് ആ ദളം ഭഗവാന് സമർപ്പിക്കുന്നത് അത്യന്തം വിശേഷമാണ്. ഇനി ഗൃഹങ്ങളിലോ ക്ഷേത്രങ്ങളിലോ ഒക്കെ ധാരാളം കേരളത്തിലെ ശിവക്ഷേത്രങ്ങളിലൊക്കെ വലിയ വലിയ വില്വവൃക്ഷങ്ങൾ നമുക്ക് കാണാം. കണ്ടിയൂർ പോലുള്ള മഹാക്ഷേത്രങ്ങളിലൊക്കെ വലിയ വില്വവൃക്ഷങ്ങൾ നമുക്ക് ദർശിക്കാം. അനവധിയായ 108 ശിവാലയങ്ങൾ കിടക്കുന്ന ഭൂമിയാണല്ലോ നമ്മുടെ ഈ കേരള ഭൂമി. അതിൽ അനവധി ക്ഷേത്രങ്ങളിലൊക്കെ രുദ്രാക്ഷ, കമണ്ടലു വൃക്ഷങ്ങൾ പോലെ നമുക്ക് ബില്വവൃക്ഷങ്ങളും കാണാം. ആ ബില്വവൃക്ഷ ചുവട്ടിരുന്ന് പഞ്ചാക്ഷരി ജപിക്കുന്നത് അത്യന്തം വിശേഷമാണെന്ന് പറയുന്നത്. കാരണം ശൈവചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ബില്വവൃക്ഷ സാമീപ്യം തന്നെ ഒരുവനിൽ രോഗദുരിതങ്ങളിൽ മുക്തി ഉണ്ടാക്കും. ബില്വത്തിന്റെ കാറ്റേറ്റാൽ തന്നെ രോഗബാധകൾ ഒഴിഞ്ഞു പോകുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് ബില്വദളത്തിന്റെ കീഴിലിരുന്ന് അല്പനേരം പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും അത്യന്തം വിശേഷമാണ്. അതുപോലെ നമുക്ക് വിഷദോഷങ്ങളെ കൊണ്ട്, ജാതകദോഷങ്ങളെ കൊണ്ട് ദുരിതമനുഭവിക്കണവര്, ജന്മാന്തരങ്ങളായ പാപപീഠകളെ കൊണ്ട്, പൂർവ്വജന്മകൃതങ്ങളാണല്ലോ രോഗദുരിതങ്ങളൊക്കെ. അപ്പോൾ അനവധിയായ രോഗങ്ങൾ കാലാകാലങ്ങളായിട്ട് രോഗത്തെ അനുഭവിക്കുന്നവര്, പ്രത്യേകിച്ച് ചിത്തിര നക്ഷത്രത്തിന്റെ നക്ഷത്രവൃക്ഷം, ഇപ്പോൾ കേരളത്തിലൊക്കെ ഉടനീളം നമുക്ക് ക്ഷേത്രങ്ങളിലൊക്കെ നക്ഷത്രവൃക്ഷങ്ങൾ ആവിർഭവിച്ചുകൊണ്ടിരിക്കുക. പുതിയ ക്ഷേത്രങ്ങളിലൊക്കെ അപ്പോൾ അങ്ങനെ ഒരു സമ്പ്രദായം നമ്മൾ കൂടുതലായിട്ട് പാലിച്ചു വരുന്നുണ്ടല്ലോ. ചിത്ര നക്ഷത്രക്കാർക്ക്, ചിത്ര നക്ഷത്രക്കാരുടെ നക്ഷത്ര വൃക്ഷവും കൂടിയാണ് ബില്വദളം. അപ്പോൾ ആ നക്ഷത്രക്കാർ പ്രത്യേകിച്ച് ആ വൃക്ഷത്തെ നട്ടുപരിപാലിച്ച് കൊണ്ടുപോകുന്നത് ആ നക്ഷത്രത്തിന് ഏറെ ഗുണങ്ങൾ വരും. എല്ലാവർക്കും അത് ഗുണമാണ്. പ്രത്യേകിച്ച് നക്ഷത്ര വൃക്ഷം എന്നുള്ളത് കൊണ്ട് നക്ഷത്രക്കാർ പാലിക്കണതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ ശ്രേയസ്സും അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരും എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും ആ ബില്വപരിപാലനം ഒരു വ്രതാക്കി മാറ്റുക. എല്ലാവരും അത് ചെയ്യണം. ഗൃഹങ്ങളിൽ ബില്ലുള്ളതുകൊണ്ട് യാതൊരു ആപത്തും ഇല്ല. അങ്ങനെയൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും അതിനെ ഭംഗിയായിട്ട് പാലിക്കുക. ഒരു ദേവതാ വൃക്ഷമാണ്, ഉത്തമ വൃക്ഷമാണ്. ഏറെ ശ്രേയസ്സും അഭിവൃദ്ധിയും നമുക്ക് നൽകും. എന്തായാലും ബില്വദളങ്ങൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ച അനുഗ്രഹം സജ്ജനങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് മറ്റൊരു വിഷയവുമായി മറ്റൊരു അധ്യായത്തിൽ കാണാം. നമസ്കാരം.